നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഫൈനലി നമ്മൾ ഇരുട്ടൊക്കെ ആയിരുന്നു, വീട്ടിൽ സേഫായിട്ട് എത്തി, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഭക്ഷണമൊക്കെ വേണ്ടി പോവാണ്. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. മീൻ ബാക്കി കൂടി ഉള്ളതുകൊണ്ട് വറുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ട ഗൈസ്, അങ്ങ് ദൂരെ നമ്മൾ അയൽവക്കം ഫുൾ ഇരുട്ടുമായാണ് ഇവിടെയൊക്കെ എല്ലായിടത്തും, ബാക്കി എല്ലായിടത്തും. അപ്പൊ നമുക്ക് ഇന്ന് ഉച്ചയ്ക്കുണ്ടായിരുന്ന സെയിം ഫുഡ് തന്നെയാണ് രാത്രിക്കും. പക്ഷെ ചോറിച്ചിട്ട് കുറച്ചുണ്ട്. രാത്രി കൂടെ അധികം ഭക്ഷണം കഴിക്കാറില്ലല്ലോ. സമയം ഇപ്പം ഏകദേശം 8 മണിക്ക് കഴിഞ്ഞു. ഇപ്പം വെച്ചോ നമുക്ക് ലേറ്റായിട്ട് കഴിക്കാറില്ല സാധാരണ. അപ്പൊ ശ്രുതി ഫുഡ് കഴിച്ചു തുടങ്ങി ഗൈസ്. ശ്രുതി കഴിച്ചുകൊണ്ട് ഫസ്റ്റ് തേങ്ങ എങ്ങനെയുണ്ട് ഫുഡ്? കറി എങ്ങനെയുണ്ട്? ഇതിന്റെ പുതിയ റെസിപ്പി നമുക്ക് ഈ റെസിപ്പി ബ്ലോഗ് ചെയ്യണ്ടേ താമസിയാതെ? നമ്മൾ ഈ റെസിപ്പിയുടെ ബ്ലോഗ് അടുത്ത ദിവസം മീൻ വാങ്ങുമ്പോൾ ചെയ്യുന്നതായിരിക്കും താമസിയാതെ അല്ലേ തേങ്ങ? അടിപൊളി റെസിപ്പിയാണ്. മാങ്ങയും കൂടി ഇട്ട് അടിപൊളിയാവും. നമുക്ക് നോട്ടെ, നമുക്കുള്ളൂ. നിങ്ങൾക്ക് മാങ്ങ വല്ലതും കിട്ടാൻ ഇട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുന്ന റെസിപ്പിയാണ്. മസ്റ്റർഡ് ട്രൈ ചെയ്യാൻ ഞാനും കഴിക്കട്ടെ, ഇല്ലെങ്കിൽ ശ്രുതി തിന്നൊരു ഒറ്റയ്ക്ക്. കഴിച്ചു തുടങ്ങി. അതാണ് റെസിപ്പി, അടുത്ത വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുണ്ട് കറി ഇരുന്നപ്പം? അപ്പൊ ഇതൊരു പരീക്ഷണമായിരുന്നു. നമ്മള് നന്നായിട്ട് ഉണ്ടോ പറഞ്ഞിട്ട് ബ്ലോഗ് ചെയ്യണ്ടോ? അതാണ് സക്സസ് ആയി. ഗൈസ്, നിങ്ങൾ കേൾക്കുന്നുണ്ട് മഴ പെയ്യണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ പെയ്യുന്നുണ്ട്. രാത്രി നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ചക്കയും മാങ്ങയും പഴുക്കാളും വേനൽ മഴയെന്നാണ് ശ്രുതി പറഞ്ഞത്. രാത്രി കൊല മഴയായിരിക്കും.